എവിടേക്ക്? പുറത്ത് പോവാണ്, കറങ്ങാൻ പോവാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചേച്ചി നമ്മൾ പറയൂ? കത്തേഫാൻ ഐലൻഡ്. അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഡേ 6 ഇൻ ഖത്തർ. നമ്മൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ കാഴ്ചകൾ കണ്ടു എന്നൊക്കെ ഉള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ ബ്രഞ്ച് വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും കഴിച്ചു. ചേട്ടനും ചേച്ചിയും നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നതായിരുന്നു. അത് കഴിഞ്ഞ് ഗെറ്റ് റെഡിയൊക്കെ ആയി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കേട്ട പോലെ സ്നേഹ ചേച്ചി നമുക്ക് സ്ഥലം കൃത്യമായി പറഞ്ഞു തരികയായിരുന്നു. യെസ്, നമ്മൾ പോകുന്നത് കത്തേഫാൻ ഐലൻഡിലേക്കാണ്, അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട്. ഐലൻഡിൻ്റെ അട്രാക്ഷൻ തന്നെ ഈ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജാണ്. അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കാണാം. ഈ കാണുന്ന 2 വലിയ ടവേഴ്സ്, ഇതാണ് ലുസൈൽ ബൊലിവാർഡ് ടവേഴ്സ്. ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ഭംഗിയാട്ടോ. ഈ 2 ടവറിൻ്റെ നടുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഞങ്ങൾ ഒരുപാട് പിക്ചേഴ്സൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ചുറ്റും കടലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആക്ച്വലി നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ്, അതിൻ്റെ മേലെ കൂടി നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വെരി എവിഡൻ്റ് ആയിട്ട് താഴെ കടൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. എനിക്ക് ശരിക്കും ദുബായ് ഫ്രെയിമിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചെറിയ വേർഷൻ ആയിരിക്കും നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പോർഷൻ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല, കാര്യം ആ ഗ്ലാസിനകത്ത് അവർ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിരുന്നില്ല. നമ്മൾ പോയ സമയം നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ആ ഒരു ക്ലൈമറ്റും ഈ ഒരു കാഴ്ചയും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനാണ്. ഇതിൻ്റെ പേരാണ് മിഷറിബ് ഡൗൺ ടൗൺ ദോഹ. മിഷറിബ് എന്നുള്ളതൊരു അറബിക് വേർഡാണ്, മീനിങ് എ പ്ലേസ് ടു ഡ്രിങ്ക് വാട്ടർ, അതായത് വെള്ളം കുടിക്കാനൊരു സ്ഥലം. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഇവിടെ ഒരു കുപ്പിക്ക് വെള്ളത്തിന് വരെ നിങ്ങൾ നല്ലൊരു വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ഡൗൺ ടൗൺ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ട്രാമിലേക്ക് കയറി. മിഷറിബ് ഡൗൺ ടൗൺ ഖത്തറിൻ്റെ ഒരു വെൽ നോൺ പ്രൊജക്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ലക്ഷറീസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ്, ഹോട്ടൽസ്, ഓഫീസസ്, കഫേസ്, റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഒരു മോളും കൂടി കാണാനായിട്ട് സാധിക്കും. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വിത്ത് എ വിഷൻ ഓഫ് ക്രിയേറ്റിംഗ് ദ വേൾഡ്സ് ഫസ്റ്റ് സസ്റ്റൈനബിൾ ഡൗൺ ടൗൺ റീജനറേഷൻ പ്രൊജക്റ്റ്. ചുറ്റും ഈ കാണുന്ന ബിൽഡിങ്സും അതിൻ്റെ ഡിസൈനും ആൻഡ് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതും ഒക്കെയും ഒരു എക്സ്ട്രാ ബ്യൂട്ടി ആൻഡ് ലക്ഷറീസ് ആയിട്ടുള്ളൊരു ഫീല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡൗൺ ടൗണിൽ.
കുറച്ചും കൂടി ഭംഗി നൈറ്റ് വ്യൂ ആണ്. അതിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ ലൈറ്റിങ്സും ഈ പറഞ്ഞ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സും ഒക്കെ കുറച്ചും കൂടി എടുത്തു കാണിക്കുന്നത് രാത്രി സമയത്താണ്. ട്രാം ഒരു നല്ല ചോയ്സാണ് ഈ ഡൗൺ ടൗൺ ഏരിയ ചുറ്റിക്കിറങ്ങി കാണാനായിട്ട്. ഇവിടെ മോളുടെ പാർക്കിങ്ങിൽ വന്ന് നമ്മൾ വണ്ടി ഇട്ട ശേഷം മോളൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാം. അതിനുശേഷം നമ്മൾ നേരെ ട്രാം എടുത്ത് ഓരോ സ്റ്റേഷൻസ് ഉണ്ട്. ആ സ്റ്റേഷൻസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൗൺ ടൗണിൻ്റെ ഓരോ ഏരിയയിലെ കാഴ്ചകളും ഭംഗിയും നമുക്ക് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ഈ ട്രാമിന് നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആൻഡ് എവറി 12 മിനിറ്റ്സും ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെയും ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള നല്ല നല്ല സ്പോട്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത ശേഷം നമ്മളിതാ തിരിച്ച് ട്രാമിൽ കയറി നമ്മൾ വന്നിറങ്ങിയ സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ്. ഈ ഒരു ഏരിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ് ഖത്തറീസിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ടു കം ആഫ്റ്റർ സൂഖ് വഖീഫ്. അങ്ങനെ ഡൗൺ ടൗൺ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച ശേഷമാണ് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോയത്. ഈ ദിവസത്തിൻ്റെ അവസാനത്തെ ലൊക്കേഷനിലേക്ക് നമ്മളെത്തി, കോർണിഷ്. രാത്രി കാണാനാട്ടോ ഖത്തർ കുറച്ചും കൂടി ഭംഗി. ഡേ വ്യൂ ഭംഗിയില്ല എന്നല്ല, പക്ഷെ രാത്രിയാണ് ഈ ബിൽഡിങ്സും അതിൻ്റെ ഡിസൈൻസും അത് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി. ഞാനും അനീഷും തമാശയൊക്കെ പറയായിരുന്നു, ഖത്തർ ലൈറ്റ് കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണെന്ന്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ ബിൽഡിങ്സിനും ഈച്ച് ആൻഡ് എവറി ബിൽഡിങ്ങും അവർ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഈ സമയപ്പോഴേക്കും വസു ബേബി ഉറങ്ങിയത് കാരണം ചേട്ടനും ചേച്ചിയും വസുവും വന്നില്ല. ഞാനും അനീഷും കൂടിയാണ് കോർണിഷ് കാണാനായിട്ട് പോയത്. ഞാനും അനീഷും കൂടി ഞങ്ങളുടെ ഒരു കപ്പിൾ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഖത്തറിലെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് ഞാനും അനീഷും കൂടി കുറച്ചധികം ദൂരം നടന്നു. ഒരു തണുത്ത കാറ്റും രാത്രിത്തെ ഈ ഭംഗിയും ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ നടത്തമൊക്കെ നല്ലൊരു കോംബോ ആയിരുന്നു ഒരു ദിവസം അവസാനിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരു 45 മിനിറ്റോളം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.